ഇടിവെട്ട് സ്മാഷുകളും ആർപ്പുവിളികളുമായി ഇടുക്കിയുടെ തോട്ടമേഖല ആവേശത്തിലാണ്. കടുത്ത ചൂടിനെയും അവഗണിച്ച് കൈപ്പന്ത് കളിയുടെ മത്സരച്ചൂടിൽ തോട്ടം തൊഴിലാളി മേഖലയായ പീരുമേട്ടിലെ ഉൾനാടൻ ഗ്രാമമായ മേലെഴുതിയിലെ വോളിബോൾ മാമാങ്കത്തിന്റെ ആവേശക്കാഴ്ചകൾ. കുടിയേറ്റക്കാലം മുതൽ ഇടുക്കിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് വോളിബോൾ ആവേശം. ചെറുമൈതാനങ്ങൾ മുതൽ ഉയരുന്ന കളിക്കമ്പം. ഭൂരിഭാഗവും തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേലെഴുതിയിലെ യുവജന കൂട്ടായ്മയായ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ടൂർണമെന്റ് പൊടിപാറുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഒരു വാർഡിലൊരു കളിക്കളം എന്നുള്ളതാണ്. അത് ആ രീതിയിൽ ഇത് ഇവിടെ നടത്താനും ഏറ്റവും അധികം വോളിബോളിലേക്ക് ശ്രദ്ധ തിരിക്കാനും നല്ല കോച്ചുകൾ കൊടുക്കുകയും ഭാവിയിൽ നല്ലൊരു വോളിബോൾ താരങ്ങളെ ഇവിടുന്ന് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് ഇപ്പോൾ നടത്തുന്നത്. സംസ്ഥാന ദേശീയ താരങ്ങളെ അണിനിർത്തിയാണ് വിവിധ ടീമുകൾ കളിക്കളത്തിൽ ഇറങ്ങുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള താരങ്ങളുണ്ട്. ഏഴ് ദിവസം നീണ്ടിരിക്കുന്ന ഒരു ഉത്സവമായിട്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള നമുക്കൊരു ഗ്രൗണ്ടിൻ്റെ ഒരു സൗകര്യക്കുറവുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപാടി സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കളികമ്പകരായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമം. പിള്ളേർ എന്നെ വളർന്ന് വന്ന് ഈ നാട്ടിലെ പുരോഗതിക്ക് വേണ്ടി എന്തു ചെയ്യാൻ എന്നെ പോലുള്ള രക്ഷകർത്താക്കൾ തയ്യാറാകണം. ജനറേഷനിലെ എല്ലാ പിള്ളേരും വീട്ടിൽ ഫോണിലും തന്നെയാണ്. പക്ഷേ ഈ കളി ഞങ്ങൾക്കൊരു ആഹ്ലാദവും അഭിമാനവും ഇൻസ്പിറേഷൻ മാത്രമായിട്ടാണ് കാണുന്നത്. അത് ഞങ്ങൾക്കിപ്പോൾ ഇതൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഈ പ്രതിസന്ധ കാലഘട്ടത്തിലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് പ്രോത്സാഹനം തരിക. ഈ ക്ലബിൻ്റെ മെമ്പേഴ്സ്, നാട്ടുകാർ, ഇവരോടുള്ള നന്ദി സ്നേഹവും എല്ലാം അറിയിക്കുന്നു. വോളിബോൾ മത്സരം ഒരു നാടിനെ തന്നെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് മേലെഴുതിയിലെ നാട്ടുകാർ. വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.